Good morning, friends. Social formations in early South India എന്ന കോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടോപ്പിക്കുകളാണ് നാം ഇനി പഠിക്കുവാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ഇക്കോളജിക്കൽ ഫോർമേഷൻ ആൻഡ് അഗ്രേറിയൻ സൊസൈറ്റി ഇൻ ദ അയൺ ഏജ് എന്നതാണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എമർജൻസ് ഓഫ് സൗത്ത് ഇന്ത്യൻ സൊസൈറ്റീസ്. എങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻ സൊസൈറ്റീസ് രൂപപ്പെട്ടിരിക്കുന്നത്, ഇതാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. ടു സ്റ്റഡി ദ ഹിസ്റ്ററി ഓഫ് പ്രീ ഹിസ്റ്ററി മാൻ, ലിറ്റററി സോഴ്സസ്, ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആൻഡ് കോയിൻസ് വെയർ നോട്ട് അവൈലബിൾ. പുരാതനകാല മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആർക്കിയോളജിക്കൽ സോഴ്സസോ ലിറ്റററി സോഴ്സസോ കോയിൻസോ അവൈലബിൾ അല്ല. ഇതൊന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. ബട്ട് ദ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് പ്രൂവ്ഡ് ദാറ്റ് ദ പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ ദ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് കോമൺലി യൂസ്ഡ് വേരിയസ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ്. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് പലയിടങ്ങളിലും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടുപിടിച്ച ഒരു കാര്യം, പഴയകാല മനുഷ്യർ ധാരാളം കല്ലായുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ സ്റ്റോൺ ദ യൂസ്ഡ്, ദ പ്രീ ഹിസ്റ്ററി പീരിയഡ് വാസ് ക്ലാസിഫൈഡ് ഇൻ ടു പാലിയോലത്തിക്, മെസോലത്തിക്, നിയോലത്തിക് ആൻഡ് മെഗാലത്തിക് ഏജസ്. അവർ ഉപയോഗിച്ച കല്ലിൻ്റെ ആകൃതിയും വലിപ്പവും അനുസരിച്ച് അന്നത്തെ കാലഘട്ടത്തെ നാലായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് പാലിയോലത്തിക്, സെക്കൻഡ് മെസോലത്തിക്, തേർഡ് നിയോലത്തിക്, ഫോർത്ത് മെഗാലത്തിക്. വാട്ട് ഈസ് പാലിയോലത്തിക് ഏജ്? Paleolithic means old stone age. What is old stone age? What are the characteristic features of old stone age? Paleolithic age was the largest age in the history of mankind. മാനവരാശി കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു കാലമായിരുന്നു ഈ പാലിയോലത്തിക് ഏജ് ഓർ ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് അറിയപ്പെട്ടത്. ഇറ്റ് സ്പ്രെഡ് ഫ്രം 5 lakh BC to 1500 BC. 5 ലക്ഷം BC തുടങ്ങി 15,000 BC വരെ നീണ്ടു നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഓൾഡ് സ്റ്റോൺ ഏജ്. സ്റ്റോൺ ടൂൾസ് ലൈക്ക് ഹാൻഡ് ആക്സ് ആൻഡ് ക്ലീവേഴ്സ്, ഉളി എന്ന് നാം അറിയപ്പെടും, വേർ ഫൈൻഡ് ഔട്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് തമിഴ്നാട്, വിച്ച് വേർ യൂസ്ഡ് ടു നോ ദെയർ ഹിസ്റ്ററി. തമിഴ്നാടിൻ്റെ വേരിയസ് പല ഇടങ്ങളിൽ നിന്നും ധാരാളം എക്സ്കവേഷൻസ് നടത്തി ഇത്തരത്തിലുള്ള ഹാൻഡ് ആക്സുകളും ക്ലീവേഴ്സും കണ്ടെത്തിയിട്ടുണ്ട്. അത് അവരുടെ ചരിത്രം ശരിക്ക് വെളിവാക്കുകയും ചെയ്യുന്നു. Bruce Foote discovered a hand axe of this age near Pallavaram in 1863. 1863 ബ്രൂസ് ഫൂട്ട് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഒരു ആർക്കിയോളജിസ്റ്റ്, എക്സ്കവേഷൻസ് നടത്തി പല്ലവാരം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം എക്സ്കവേഷൻസ് നടത്തി ഒരു ഹാൻഡ് ആക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് സ്റ്റോൺ ആക്സ് were also found in Chengalpet, Tanjore and North Arcot district. മറ്റു പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഹാൻഡ് ആക്സുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് താഞ്ചൂറിൽ നിന്ന്, തഞ്ചാവൂർ എന്ന് പറയും, ചെങ്കൽപ്പെറ്റ്, അതുപോലെ തന്നെ നോർത്ത് ആർക്കോട്ട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് എല്ലാം ഇത്തരത്തിലുള്ള ഹാൻഡ് ആക്സ് കണ്ടെത്തിയിട്ടുണ്ട്. Those stone tools were collectively called മദ്രാസ് ഇൻഡസ്ട്രി. ഇത്തരത്തിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തി കണ്ടെത്തിയിട്ടുള്ള വസ്തുതകളെയും അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസിനെ എല്ലാം ചേർത്തുകൊണ്ട്
ആർക്കിയോളജിസ്റ്റ് വിളിച്ച പേരാണ് മദ്രാസ് ഇൻഡസ്ട്രി. ഇറ്റ് വാസ് വെരി റഫ് ആൻഡ് പ്രിമിറ്റീവ്. വളരെ കാലപ്പഴക്കം ചേർന്നതാണ്, വളരെ പ്രിമിറ്റീവാണ്, പുരാതനമായിട്ടുള്ളതാണ്, മാത്രമല്ല റഫാണ്. പോളിഷ്ഡ് സ്റ്റോൺസ് അല്ല, പോളിഷ് ചെയ്തിട്ടുള്ളതല്ല, വളരെ ക്രൂഡായിട്ടുള്ള റഫായിട്ടുള്ള സ്റ്റോൺ ടൂൾസാണ് അവർ ഉപയോഗിച്ചത്. ഇറ്റ് വാസ് യൂസ്ഡ് ടു ഗ്യാദർ ദെയർ ഫുഡ്. കൂടുതലും ഇത് ഉപയോഗിച്ചത് അവരുടെ ഫുഡ് ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടിയാണ്, ആഹാര സാധനങ്ങൾ ഒപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അനിമൽസിനെ കൊല്ലുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിനെ എറിഞ്ഞ് വീഴ്ത്തുന്നതിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കും അവർ ഉപയോഗിച്ചത്. ദേ യൂസ്ഡ് ക്രൂഡ് സ്റ്റോൺ, പോളിഷ്ഡ് അല്ലാത്ത ക്രൂഡായിട്ടുള്ള സ്റ്റോൺസാണ് അവർ ഉപയോഗിച്ചത്. ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടും ക്വാർട്ട്സൈറ്റ് സ്റ്റോൺസ് എന്നും പറയും. ക്രൂഡ് സ്റ്റോൺസിന് അറിയപ്പെട്ട മറ്റൊരു പേരാണ് ക്വാർട്ട്സൈറ്റ് സ്റ്റോൺസ്. സോ ദ പാലിയോലിത്തിക് മാൻ ഓഫ് തമിഴ്നാട് ആൾസോ ബീൻ കോൾഡ് ദ ക്വാർട്ട്സൈറ്റ് മാൻ. ക്വാർട്ട്സൈറ്റ് ടൂൾസ് അല്ലെങ്കിൽ സ്റ്റോൺസ് ഉപയോഗിച്ചത് കൊണ്ട് അവരെ വിളിച്ച പേരാണ് ക്വാർട്ട്സൈറ്റ് മാൻ. ഹി നെവർ യൂസ്ഡ് ദിസ് സ്റ്റോൺ ടു ക്ലിയർ ദ ഫോറസ്റ്റ്. വനാന്തരങ്ങളെ വെട്ടിത്തെളിയിച്ച് അവിടെ കൃഷി ഇറക്കുന്നതിന് വേണ്ടി ഒന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള കല്ലായുധങ്ങൾ അവർ ഉപയോഗിച്ചിട്ടില്ല. ഹെൻസ് ഹി ലിവ്ഡ് ഇൻ പ്ലെയിൻ ഏരിയ ആൻഡ് റോക്ക് ഷെൽട്ടേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ. റോക്ക് ഷെൽട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാറമട എന്നും പറയുമല്ലോ, പാറമട, അതിനുള്ളിലൊക്കെയാണ് കയറി ചെറിയ ചെറിയ ഗുഹകളിൽ കയറിയിരുന്ന് ജീവിക്കും. മാത്രമല്ല പ്ലെയിൻ ഏരിയയിലും ജീവിക്കും. സൗത്ത് ഇന്ത്യയിലെ പലയിടങ്ങളിലും അങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. ഇറ്റ് മേ ബി കേവ് ഇൻ ദ ഹിൽസ്. ഇതൊരു പക്ഷേ ഈ ഹില്ലിൽ ഉള്ള കേവ്സിലായിരിക്കും, കേവ് ഗുഹകളിലൊക്കെ ആയിരിക്കും ഇവർ ജീവിച്ചത്. കർണൂൽ ഡിസ്ട്രിക്റ്റ് കണ്ടെയ്ൻഡ് എ നമ്പർ ഓഫ് പാലിയോലിത്തിക് റോക്ക് ഷെൽട്ടേഴ്സ്. കർണൂൽ ഡിസ്ട്രിക്റ്റിൽ തമിഴ്നാട്ടിൽ ധാരാളമായിട്ടുള്ള ഇത്തരത്തിലുള്ള പാലിയോലിത്തിക് റോക്ക് ഷെൽട്ടേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം. ദ പാലിയോലിത്തിക് മാൻ ലെഡ് നൊമാഡിക് ലൈഫ്. ദ പാലിയോലിത്തിക് മാൻ ലെഡ് നൊമാഡിക് ലൈഫ്. അവർ വേട്ടയാടി ജീവിച്ചിരുന്നു എന്നതാണ് ഒരു സത്യം. ഒരു സെറ്റിൽഡ് അഗ്രികൾച്ചറൽ ലൈഫ് അവർ ഒരിക്കലും നയിച്ചിരുന്നില്ല എന്നത്. നൊമാഡിക് ലൈഫ് നയിച്ചിരുന്നു എന്നതാണ്. അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്നു. ദേ ഏറ്റ് ഫ്രൂട്ട്സ്, നട്ട്സ്, റൂട്ട്സ് ആൻഡ് ഒക്കേഷണലി ഹണ്ടഡ് ആനിമൽസ്. ഫ്രൂട്ട്സ്, നട്ട്സ്, അതുപോലെ തന്നെ ഈ റൂട്ട്സ് അറിയാമല്ലോ, കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഇതെല്ലാം അവർ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്നു. ചില സമയങ്ങളിൽ മറ്റ് വന്യജീവികളെ, കാട്ടുജീവികളെ കൊന്ന് അതിൻ്റെ ഭക്ഷണം കഴിച്ചിരുന്നു എന്നതാണ്, അതിൻ്റെ മാംസം കഴിച്ചിരുന്നു എന്നതാണ്. ദ യൂസ് ഓഫ് പോട്ടറി വെയർ അൺനോൺ ടു ദം. പോട്ടറി അവർ ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല. പോട്ടറി എന്ന് നമുക്കറിയാം, കളിമൺ കൊണ്ടുള്ള പാത്രങ്ങൾ അവർ ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല, അത് ഉണ്ടാക്കിയിരുന്നില്ല. അതിൻ്റെ ടെക്നോളജി അവർക്ക് അറിയില്ലായിരുന്നു എന്നതാണ് ഒരു വസ്തുത. ദേ നെവർ ബറീഡ് ദെയർ ഡെഡ്. മരിച്ചവരെ ഒരിക്കലും അവർ ശവസംസ്കാരം ചെയ്തിരുന്നില്ല, കുഴിച്ചിട്ടിരുന്നില്ല. ദ ഡെഡ് ബോഡി വാസ് എക്സ്പോസ്ഡ് ടു വൈൽഡ് അനിമൽസ് ആൻഡ് ബേർഡ്സ്. ബേർഡ്സിനോ വൈൽഡ് അനിമൽസിനോ ഡെഡ് ബോഡിയെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് പതിവ്. ദ സ്കിൻ ഓഫ് അനിമൽ വാസ് യൂസ്ഡ് ആസ് ക്ലോത്തിങ്. കാട്ടുമൃഗങ്ങളുടെ തൊലി ഉപയോഗിച്ചും അതുപോലെ തന്നെ മരങ്ങളുടെ ലീഫ് ഉപയോഗിച്ചിട്ടും, അത്യാവശ്യം അതിൻ്റെ ലീവ്സ് ഉപയോഗിച്ചിട്ടും അത്യാവശ്യം അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നു. ദ സ്കിൻ ഓഫ് അനിമൽ വാസ് യൂസ്ഡ് ആസ് ക്ലോത്തിങ്. ലീവ്സ് വെയർ ആൾസോ യൂസ്ഡ് ടു കവർ ദെയർ ന്യൂഡിറ്റി. ന്യൂഡിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നഗ്നത. അവരുടെ നഗ്നത മറയ്ക്കുന്നതിന് വേണ്ടി മരത്തിൻ്റെ ഇലകൾ അത്യാവശ്യം ഉപയോഗിച്ചിരുന്നു.
ഈ ഒരു കാലഘട്ടത്തെ നാം അറിയപ്പെട്ട പേരാണ് ഓൾഡ് സ്റ്റോൺ ഏജ് ഓർ പാലിയോലിത്തിക് ഏജ്. The Paleolithic age or the old stone age was succeeded by Mesolithic age or Microlithic age. ഓൾഡ് സ്റ്റോൺ ഏജ് കഴിഞ്ഞിട്ട് അത് തുടർന്ന് വരുന്ന മറ്റൊരു കാലഘട്ടത്തിന് അറിയപ്പെട്ട പേരാണ് മെസോലിത്തിക് ഏജ്. മെസോലിത്തിക് ഏജ് ഓർ മൈക്രോലിത്തിക് ഏജ്. അതിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു മൈക്രോലിത്തിക് ഏജ്. കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ചെറിയ കല്ലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടം. അതാണ് മൈക്രോലിത്തിക് ഏജ്. മൈക്രോ മീൻസ് സ്മോൾ എന്നാണ് എൻ്റെ അർത്ഥം. മൈക്രോലിത്തിക് എന്ന് വെച്ചാൽ മൈക്രോ സ്മോൾ സ്റ്റോൺസ് എന്നാണ് എൻ്റെ അർത്ഥം. അറ്റ് ദ എൻഡ് ഓഫ് ദ പാലിയോലിത്തിക് ഏജ് തമിഴ്നാട് വിറ്റ്നസ്ഡ് എ ന്യൂ കൈൻഡ് ഓഫ് സിവിലൈസേഷൻ. പാലിയോലിത്തിക് ഏജിൻ്റെ അവസാന കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഒരു പുതിയ സംസ്കാരം ഉടലെടുക്കുകയായി. This age lasted from 8000 BC to 3000 BC. 8000 BC മുതൽ 3000 BC വരെ നീണ്ടു നിന്നിരുന്ന കാലഘട്ടമായിരുന്നു ഈ ഒരു പുതിയ സംസ്കാരം. തിരുനെൽവേലി ആൻഡ് ട്യൂട്ടിക്കോറിൻ വേർ ദ ടു ഇമ്പോർട്ടൻ്റ് സെൻറ്റേഴ്സ് ഓഫ് ദിസ് ഏജ്. തിരുനെൽവേലിയും ട്യൂട്ടിക്കോറിനുമായിരുന്നു പ്രധാനപ്പെട്ട ഈ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങൾ എന്ന് അറിയപ്പെട്ടത്. പീപ്പിൾ ഓഫ് ദിസ് ഏജ് യൂസ്ഡ് മൈക്രോലിത്തിക് സ്റ്റോൺ ടൂൾസ് ഓഫ് സ്മോൾ സൈസ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നതാണ് മൈക്രോലിത്തുകളാണ് ഉപയോഗിച്ചത്. മൈക്രോ സ്മോൾ സ്റ്റോൺ, ചെറിയ കല്ലുകൾ അവർ ഉപയോഗിക്കുകയായി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇറ്റ് വാസ് an improvement over the crude implements of the Paleolithic people. Paleolithic people ഉപയോഗിച്ചത് ക്രൂഡ് സ്റ്റോൺസ് ആണ്, ക്വാർട്സൈറ്റ് ആണ്. അതിന് പകരം കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള വെപ്പൺസ്, പ്രത്യേകിച്ച് സ്റ്റോൺ ടൂൾസ് അവർ ഉപയോഗിച്ച് തുടങ്ങി. ദർ കൾച്ചർ വാസ് സ്ലൈറ്റ്ലി അഡ്വാൻസ്ഡ്. പഴയ സംസ്കാരത്തിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായി, കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റായി, കുറച്ചുകൂടെ മോടിപ്പെട്ടതാണ്, ഭംഗിപ്പെട്ടതാണ് ഇവരുടെ സംസ്കാരം. ദേ വെയർ അഫ്രൈഡ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഇടി, മിന്നൽ, ഇതെല്ലാം ശുദ്ധിക്ക് പേടിയോടെ കണ്ട ഒരു കാലഘട്ടം. ദേ ബിലീവ്ഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. അതീന്ദ്രിയമായിട്ടുള്ള ശക്തികളെ കുറിച്ചിട്ട് അവർ വിശ്വസിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ അവർ വിശ്വസിച്ചിരുന്നു എന്നതാണ്. ദൈവമുണ്ട്, ഒരു പ്രകൃതിയിൽ ശക്തിയുണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നതാണ്. ദേ പ്രാക്ടീസ്ഡ് റിച്വൽസ് ആൻഡ് ബറീഡ് ദെയർ ഡെഡ് വിത്ത് ഫുഡ് ആൻഡ് ടൂൾസ്. പലതരത്തിലുള്ള റിച്വൽസ്, കർമ്മങ്ങളും അവർ ഫോളോ ചെയ്തിരുന്നു. ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും പലതരത്തിലുള്ള റിച്വൽസ് അവർ ഫോളോ ചെയ്തു. മാത്രമല്ല അവരുടെ മരണപ്പെട്ട ആളുകളെ, ഡെഡ് ബോഡീസിനെ സ്വാഭാവികമായിട്ട് അവർ അടക്കം ചെയ്തിരുന്നു, ബെറിയൽ ചെയ്തിരുന്നു. മാത്രമല്ല ചില സ്റ്റോൺ ടൂൾസോ അതുപോലെ തന്നെ അത്യാവശ്യം ഫുഡ് എല്ലാം ഈ ശവശരീരത്തിൻ്റെ അടുത്ത് വച്ചിട്ടാണ് അവർ അടക്കം ചെയ്തിരുന്നത്. ദ ഇംപ്ലിമെൻറ്റ്സ് ഓഫ് മൈക്രോലിത്തിക് ഏജ് ഡിസ്കവേർഡ് അറ്റ് സായാർപുരം പലയിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സായാർപുരം, കയനോഴി, ആരാൽ, നസറാത്ത് ഇൻ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റ് എക്സെട്ര. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം പലയിടങ്ങളിൽ നിന്ന്, തമിഴ്നാടിൻ്റെ പല ഇടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സായാർപുരത്തിൽ നിന്ന്, കയനോഴിയിൽ നിന്ന്, ആരാൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അതുപോലെ തന്നെ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലെ നസറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നെല്ലാം ഇത്തരത്തിലുള്ള സ്റ്റോൺ ടൂൾസും ഈ രണ്ടാമത്തെ കാലഘട്ടത്തിനെ കുറിച്ചിട്ട്, മൈക്രോലിത്തിക് ഏജിനെ കുറിച്ചിട്ടുള്ള വിവരണം നമുക്ക് ലഭ്യമാകുന്നു. ദി ആൾസോ ലിവ്ഡ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ് ആൻഡ് ഡിഡ് ഫിഷിംഗ് ആൻഡ് ഹണ്ടിങ്. കോസ്റ്റൽ ഏരിയാസിലും ജീവിച്ചതായിട്ട് തെളിവുണ്ട്. അപ്പോൾ കോസ്റ്റൽ ഏരിയാസിൽ ജീവിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും
ഹണ്ടിങ് നടത്തിയിട്ടുണ്ട്, മാത്രമല്ല ഫിഷിംഗ് നടത്തിയിട്ടുണ്ട്. മത്സ്യബന്ധനം നടത്തി തന്നെയാണ് അവർ പഴയകാലത്തെ ഉപജീവനം നടത്തിയിരുന്നത്. അത് അവരുടെ ഭക്ഷണമായിട്ട് സ്വീകരിച്ചിരുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത. ഓക്കെ ഫ്രണ്ട്സ്.